സിറ്റി സെറാമിക്സിന്റെ ഹാപ്പി ക്ലയൻസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരത്തിൽ നമ്മുടെ ഒരു ഹാപ്പി ക്ലയന്റിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ അവരെ ഒന്ന് പരിചയപ്പെടാം, ഒപ്പം വീടും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റി സെറാമിക്സിന്റെ ഹാപ്പി ക്ലയൻസ് ആണ് എന്റെ കൂടെ ഉള്ളത്. സോ നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ലെൻ എന്നാണ്. ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ഓക്കെ. എന്റെ ഭാര്യ ഭാഗ്യ, മൂത്ത മോള് റോസ്ന ആൻഡ് ജോണിയ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സിറ്റി സെറാമിക്സിലേക്ക് എത്തുന്നത്? എന്റെ ഒരു ഫ്രണ്ട് മാർട്ടിൻ ആളാണ് എനിക്കത് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ. വേറെ ഷോപ്സിലൊക്കെ പോയിരുന്നോ നമ്മുടെ ടൈൽസ് ഒക്കെ നോക്കാൻ? ഞാൻ പലതും കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എന്റെ ഫ്രണ്ട് പറഞ്ഞ നിലയ്ക്ക് ഞാൻ മാർട്ടിന്റെ ആ വേർഡ് കേട്ട് ഞാൻ അവിടെ തന്നെയാണ് വന്നത്. അവിടെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അല്ല, സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ടൈൽ തന്നെ കിട്ടി. ടൈൽ തന്നെ കിട്ടി. ബഡ്ജറ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവിടെ എത്തിയതിനു ശേഷമാണോ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തത്? ബഡ്ജറ്റ് ഇത്ര വലുതൊന്നും ആയിരുന്നില്ലെങ്കിലും എനിക്ക് നല്ലൊരു സെലക്ഷൻ കിട്ടി. അതിലാണ് ഞാൻ സന്തോഷമാണ്. മനസ്സിനിണങ്ങിയത് കിട്ടി. അതാണ്. ഒരു കളർ തീം ഓൾറെഡി സെറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കിടെക്ട് ഉണ്ടായിരുന്നു ഓൾറെഡി. ആൾക്കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ കോഡ് ഇങ്ങനെ നമുക്ക് ഒരു ഗ്രേ എടുത്ത് അങ്ങനെ പോവാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ കളർ തീമിൽ തന്നെയാണ് സിറ്റി സെറാമിക്സിൽ എത്തിയതും. എല്ലാം മാച്ചിന് കിട്ടി. നിതിനാണ് ഞങ്ങളുടെ ആർക്കിടെക്ടിന്റെ പേര്. ഞങ്ങളുടെ നൈബറാണ്. ആളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു ആഷ് വേണം, ആഷാണ് കളറെ മാച്ച് ആവുക എന്ന് പറഞ്ഞത്. ഓക്കെ. സോ നമുക്ക് ടൈൽസ് മാത്രമാണോ നമ്മുടെ സിറ്റി സെറാമിക്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്? CP ഫിറ്റിംഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്? കുറെ സാധനം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരുപാട് ടോയ്ലറ്റിലേക്കുള്ളതും എല്ലാം നമ്മൾ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. വാഷ്റൂം എടുക്കുന്ന സാധനങ്ങളും ഒരുമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് സെലക്ട് ചെയ്തത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ താമസമായിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? 6 മാസത്തോളായി. ഈ 6 മാസത്തിന്റെ ഒരു ജേർണിയിൽ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട്? എക്സലന്റ് ആണ്. ഓക്കെ. നമ്മുടെ ടൈൽസ് ഒക്കെ മാറ്റ് ഫിനിഷ് ആണ് എടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണ്. ആഗ്രഹമായിരുന്നു മാറ്റ് ഫിനിഷ് വേണമെന്നുള്ളത്, ഗ്ലോസി പാടില്ല എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അതൊരു സാറ്റിൻ ഫിനിഷ് ആയിരുന്നു. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആണ്. സാധാരണ പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മാറ്റ് ഫിനിഷ് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ശരിക്കും? അകത്തൊക്കെ സാറ്റിനായ കാരണം അത്ര ബുദ്ധിമുട്ടില്ല. തുടയ്ക്കാനൊക്കെ ഈസിയാണ്. അപ്പൊ വീട്ടിലേക്കുള്ള വെളിച്ചമൊക്കെ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഞങ്ങള് ഇത്തിരി ലൈറ്റ് ഷെയ്ഡ് ഒക്കെ നോക്കിയിട്ടാണ് എടുത്തത്. വെളിച്ചൊക്കെ നോക്കിയിട്ട് തന്നെ എടുത്തേക്കണത്. പക്ഷെ നമ്മുടെ വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്നു. അതെ. ഇപ്പൊ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കളർ തീം പോയിക്കൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പതുക്കെ അകത്തേക്ക് പോയി നടന്ന് കണ്ടാലോ? ഓക്കെ. ഇവിടെ മാത്രം നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അല്ലേ? ഒരു ബീച്ച് കളർ നമ്മൾ നോക്കി. അപ്പൊ ഇവിടെ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഗ്രേ ആൻഡ് വൈറ്റ്, ആഷ് ആൻഡ് വൈറ്റ് വരുന്നത് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ എല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് ആൻഡ് ആഷ് തീമിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള ഒരു ഏരിയ കിച്ചൺ ആണ്. നമ്മുടെ ഏത് ബ്രാൻഡാണ് ആക്ച്വലി ടൈൽ യൂസ് ചെയ്തിട്ടുള്ളത്? ക്യൂട്ടോൺ ആണ് ഉപയോഗിച്ചത്. ക്യൂട്ടോൺ. ഇവിടെ കിച്ചൺ ഞങ്ങൾക്ക് കോട്സ് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വൈറ്റ് നോക്കി. ആദ്യം ഗ്രേ ആയിരുന്നു. ഗ്രേ ആയ കാരണം ഞങ്ങൾ ഗ്രേയിലേക്ക് പോവാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോ വൈറ്റിനോട് ഇഷ്ടം കൂടിയിട്ട് പിന്നെ വൈറ്റിലേക്ക് മാറി. ശരിക്കും ടൈലും വോളൊക്കെ ഗ്രേ ആകുമ്പോൾ വൈറ്റ് തന്നെയാണ് കൂടുതലായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആവാൻ കൂടിയായിട്ട്. പിന്നെ ഒരു വെളിച്ചത്തിന്റെയും ഇതുണ്ടല്ലോ, വെളിച്ചം വേണമെന്നുള്ള ആഗ്രഹം. ശരിക്കും ഈ കിച്ചണിലൊക്കെ നമ്മൾ വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ചെളിയാവുന്നൊരു അല്ലെ, കറിയുടെ മഞ്ഞക്കറിയൊക്കെ ആവുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് വൈറ്റിലേക്ക് എത്തിയത്? ഇത് കോട്സ് എടുത്തത്. ഓക്കെ. ഇത് ക്ലീൻ ചെയ്യാനും കുറച്ച് എളുപ്പമാണ് അല്ലേ? പിടിക്കില്ല. ആ ഒരു അഷുറൻസിന്റെ പുറത്താണ് എടുത്തത്. ഇപ്പൊ ഒരു 6 മാസം യൂസ് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ഞങ്ങള് സ്ഥിരം ഇവിടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെ. ഒരു കുഴപ്പമില്ല. എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് ഒരു പേടി ഉണ്ട്, കറിയാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ കോട്സിന്റെ അങ്ങനെ കറ പിടിക്കില്ല എന്നുള്ളൊരു ഇല്ല, ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇതിനോട് വന്നപ്പോ ഞാൻ ഇങ്ങനെ കണ്ടു കർട്ടൻ ഒക്കെ. ചേച്ചി പറഞ്ഞു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടതാണ്. അപ്പൊ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും പുതിയ വീടിന്റെ എല്ലാ ആശംസകളും നേരുന്നു. അവിടെ ഹൗസ് വാമിനൊക്കെ ആൾക്കാർ വന്നപ്പോ ചോദിച്ചോ ടൈൽസും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു? ചോദിച്ചു. റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇനിയും ഒരുപാട് ക്ലയൻസിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ റെക്കമെൻഡേഷനിൽ. അപ്പൊ ഇനി 2-3 വീടുകളൊക്കെ പണിയുമ്പോൾ തീർച്ചയായിട്ടും സിറ്റി സെറാമിക്സ് തന്നെ പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.